അങ്ങനെ യാത്രയുടെ ആദ്യത്തെ ദിവസം കോയമ്പത്തൂരിൽ ചിലവഴിച്ചതിന് ശേഷം അടുത്ത ദിവസം ഊട്ടിയിലോട്ടായി യാത്ര. ഊട്ടിയിൽ ഒരുപാട് വഴി നമുക്ക് ചെല്ലാം. ട്രെയിനിൽ പോകാം, ബസ്സിൽ പോകാം, അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. ഞങ്ങൾക്കിഷ്ടം എന്നല്ല, ഞങ്ങളത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നീലഗിരി ഇന്ത്യൻ റെയിൽവേയുടെ നീലഗിരീസിലോട്ട് പോകുന്ന ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ 3 മാസം മുൻപ് ഞങ്ങൾ ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് റിട്ടണും ഉൾപ്പെടെ എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് മെമ്മോയിലല്ലെങ്കിലും അല്ലാതെ നോർമൽ ട്രെയിനുകളും സമയം അനുസരിച്ച് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലോട്ടുണ്ട്. അങ്ങനെ ആ സ്റ്റേഷനിലോട്ട് ടിക്കറ്റ് എടുത്ത് ഉടനെ തന്നെ രാവിലെ ഒരു 7 മണിയോടെ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിവിട്ടതിന് ശേഷം അവിടെ നിന്ന് 2-3 ചിത്രങ്ങളൊക്കെ എടുത്തു. ഊട്ടി എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ടും അതിൻ്റെ താഴത്തെ ഭാഗം മേട്ടുപ്പാളയം ആയതുകൊണ്ടും ഒരു നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയറാണ് രാവിലെയും വൈകിട്ടുമൊക്കെ. കുറച്ച് ദൂരെ അങ്ങ് മലകളും മഞ്ഞ് വീഴുന്നത് പോലെയും മേഘങ്ങളും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വിട്ടു. ഞങ്ങൾക്ക് മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലോട്ടുള്ള ടോയ് ട്രെയിനിൻ്റെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. ആ ട്രെയിൻ മേട്ടുപ്പാളയം മുതൽ കൂനൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ വരെ സ്റ്റീം എൻജിനിലാണ് പോകുന്നത്. അതായത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആവിയിലാണ് ആ ട്രെയിൻ പോകുന്നത്. പഴയ ട്രെയിനാണ്. പക്ഷേ അവിടെ വരെയുള്ള ടിക്കറ്റ് ഞങ്ങൾ 3 മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കൂനൂർ വരെ ഞങ്ങൾ ബസ്സിൽ പോവുകയാണ്. കൂനൂരിലോട്ട് പോകേണ്ട ബസ് സ്റ്റാൻഡിലോട്ട് ഞങ്ങൾ നടന്ന് ബസ്സിൽ കയറി കൂനൂരെത്തി.